അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ ലൈറ്റൊക്കെ ഓണാക്കി അവളോടുത്ത് സുബഹി നിസ്കരിച്ച് പിന്നെ കലണ്ടർ നോക്കുമ്പോൾ ഇന്ന് ലീവാണ്. അപ്പോൾ ഇന്നത്തെ ഡേ കഴിഞ്ഞൊരു ടിക്ക് ഇടും. പിന്നെ പ്ലാൻസിൻ്റെ ഒരു നോട്ട് ബുക്കിൻ്റെ പോലെ ഒരു പേജും ഉണ്ട്, ടു ഡു ലിസ്റ്റും ഉണ്ട്. ടു ഡു ലിസ്റ്റിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ ടിക്ക് ഇടുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് ഖുറാൻ ഓതുകയാണ്. റീസെറ്റ് ഖുറാനാണ് അടുത്തത്. സോ ഞാൻ വേഗം ഖുറാനെടുത്ത് ഖുറാൻ ഓതാൻ യാസീൻ്റെ പേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യാസീൻ ഓതാന്ന് വിചാരിച്ചങ്ങനെ യാസീൻ ഓതി ഫുള്ളായപ്പോൾ പിന്നെ ഞാനത് ടിക്കറ്റ് പിന്നെ എക്സസൈസ് ചെയ്യാൻ വേഗം തീർത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 5:50 പിന്നെ 6:45 ആയിരുന്നു കേട്ടോ. കഴിഞ്ഞപ്പോൾ തന്നെ അത്ര പെട്ടെന്ന് സമയം പോകുന്നതെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേഗം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 7 ആയമായി. പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് സിറ്റ് ഔട്ടിൽ പോയിരുന്ന് നടക്കാം ഒക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിൽ കുറച്ച് നേരം പോയി ഒന്ന് ഇരുന്ന് പിന്നെ അങ്ങ് എൻ്റെ എനർജി വന്നാണ്ട് നടന്ന്. സത്യം പറഞ്ഞാൽ ഒരു ഉറക്കം വരാത്തൊരു ഡേ ആയിരുന്നു. ഇന്ന് ഞാൻ ലീവ് കിട്ടുമ്പോൾ സുബഹി നിസ്കരിച്ചിട്ട് ഓർക്കും ലീവ് കിട്ടുന്ന ദിവസം. ഒക്കെ കഴിഞ്ഞ് നടത്തപ്പോൾ തന്നെ 8 മണിയായി. പിന്നെ കുറച്ച് നേരം ടേബൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. ടേബൊക്കെ നോക്കിയിരുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വെള്ളം കുടിച്ച് പിന്നെ അതിൻ്റെ കൂടെ ഹോംവർക്കും അങ്ങനെ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ പെട്ടെന്നൊക്കെ എഴുന്നേറ്റുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ ഹോംവർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വെള്ളം ഒഴിച്ചാണ് ഞാൻ വെള്ളം ഒഴിച്ച് ഇനി കുടിക്കണം. വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് എൻ്റെ സ്റ്റോറീസ് കാണാൻ ഞാൻ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറീസ് കാണാൻ വിചാരിച്ചു. അങ്ങനെ കണ്ട് പിന്നെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓഫാക്കി പിന്നെ ഞാൻ ഒന്നും കൂടി കിവി തിന്നാനൊരു ഇതിലാണ്. സോ കിവി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിവി തിന്നിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ പിന്നെ നേരെ ഡ്രസ്സും എടുത്ത് വെച്ച് പിന്നെ ഇതാ കുളിച്ച് കഴിഞ്ഞ് ഇനി ഡ്രസ്സും മാറ്റി കുളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 10:08 ആയിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിളും തിന്ന് ടി വി ഒക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ 12:47 ആയി. കണ്ടു നല്ല വെയിലുണ്ടായിരുന്നു. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല വെയിലും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിശക്കൽ തുടങ്ങി. പിന്നെ ഇതാ വേറൊന്നും നോക്കില്ല, റൊട്ടീൻ ഷവർമ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെടുത്തങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റി ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. അതിൽ തന്നെ മയോണൈസും സോസും ഒക്കെ കൂടി കൂട്ടിയിട്ടാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മയോണൈസും ഒന്നും എടുക്കാൻ ആവശ്യമില്ല. സോ നല്ല ടേസ്റ്റി എന്ന് തന്നെ നമുക്ക് പറയാം. എനിക്ക് നല്ല ഇഷ്ടമായി. സോ ഞാനും ഇന്നത് ഞങ്ങളെ ഇന്നലത്തെ രാത്രിക്കത്തെ ഫുഡും ഇതായിരുന്നു. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇതെങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ തന്നെ ളുഹർ ബാങ്ക് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യണം, ളുഹർ നിസ്കരിക്കണം. ളുഹർ നിസ്കരിച്ച് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസി കേക്ക് കിട്ടിയപ്പോൾ പിന്നെ അതും അങ്ങ് തിന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അസർ ബാങ്ക് കൊടുത്തു. പിന്നെ അതും കൂടി ഒന്ന് നിസ്കരിക്കണം. അപ്പോൾ അതും നിസ്കരിക്കുന്ന കൂടെ നിസ്കരിച്ച് കഴിഞ്ഞ് ദിക്കറൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ അനിയത്തിൻ്റെ അടുത്ത്. അപ്പോൾ അനിയത്തി പറഞ്ഞു പുറത്ത് പോവുക, നമുക്ക് പുറത്ത് പോയി ഇങ്ങനെ കളിക്കാം. അപ്പോൾ അവളൊക്കെ ഞാൻ ഇതാ പുറത്ത് പോയിട്ടുണ്ട്. കണ്ണവിടെ കണ്ണ്, മൂക്കോ ചുണ്ടോ, പല്ലോടെ നീ മുടിയോ, തലയോടെ
പുറത്ത് പോയി കഴിഞ്ഞ് പിന്നെ ഞാനൊരു ലാമ്പ് ഉണ്ടാക്കിയിരുന്നു. ആ ലാമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് വിചാരിച്ചതാണ്. ലാമ്പ് നല്ല യൂസ്ഫുള്ളാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ മൈരിബ് വാങ്ങിക്കൊടുത്തിരുന്നു, മൈരിബ് നിസ്കരിച്ച് ഖുർആൻ ഓതി. പിന്നെ ഇതാ ഞാൻ വെറുതെ ഇങ്ങനൊരു ഹിജാബും കാണിച്ചു തന്നേ ഉള്ളൂ. എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ഹിജാബ് ഇട്ടിട്ടൊരു വീഡിയോ ഇടണം എന്ന്, ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കാണിക്കണം. ഹിജാബ് കഴിഞ്ഞ് പിന്നെ കൂൾ വാട്ടറാണ്. കൂൾ വാട്ടറിൽ നമ്മൾ മുഖം വെക്കും. ഇത് എൻ്റെ ഡെയിലി റുട്ടീനാണ്, ഇത് ഞാൻ എന്നും ചെയ്യുന്നൊരു കാര്യമായിട്ടും. സോ അങ്ങനെ നല്ല രസമുണ്ടാകുന്ന കുറച്ചത് നല്ല. പിന്നെ അങ്ങനെ മുങ്ങിയ കളിച്ച് സോഫ്റ്റായി. പിന്നെ രാത്രിയായി ഒരു ടൈമിൽ വിശക്കാൻ തുടങ്ങി. സോ പിന്നെ ഞാൻ മാംഗോ എടുത്ത് കഴിക്കായിരുന്നു, മാംഗോ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മാംഗോ അങ്ങനെ എടുത്ത് കഴിച്ചു. പിന്നെ ഇഷാ നിസ്കരിക്കാൻ പണി. സോ ഞാൻ ഇഷാ നിസ്കരിച്ചു ചൊല്ലി പിന്നെ നേരെ ഉറങ്ങി. അപ്പോൾ ബൈ. ഇതൊക്കെയാണ് ഷെയർ ചെയ്ത്